ഹായ് ഓൾ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സ്ട്രെസ്സിനെയും സ്ട്രെയിനിനെയും കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റൻസിനെ കുറിച്ചാണ്. ഒന്ന് പോയിസൺസ് റേഷ്യോ, പിന്നെ എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ മൂന്ന് മോഡുലസസ്. അതിൽ ഒരു മോഡുലസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ദറ്റ് ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ യങ്സ് മോഡുലസ്, സ്റ്റീലിന്റെ കേസിൽ നമ്മൾ വിളിക്കുന്ന മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമ്മൾ കണ്ടു. അതുപോലെ രണ്ട് എലാസ്റ്റിക് കോൺസ്റ്റൻസ് കൂടെ നമ്മൾ കാണും. വൺ ഈസ് ബൾക്ക് മോഡുലസ്, ദ അതർ വൺ ഈസ് റിജിഡിറ്റി മോഡുലസ്. ഇങ്ങനെ 4 കോൺസ്റ്റൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കും. ഈ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയൽ എടുത്താൽ ആ മെറ്റീരിയലിൽ കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്ന 4 സ്പെസിഫിക് വാല്യൂസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണും. അത് വെച്ച് കുറച്ച് പ്രോബ്ലംസും ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പോയിസൺസ് റേഷ്യോ. സോ പോയിസൺസ് റേഷ്യോ പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എടുത്ത ആദ്യത്തെ ക്ലാസ്, ആ ക്ലാസ് ഒന്ന് റെഫർ ചെയ്തിട്ട് വരാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് പഠിക്കുന്ന കുറെ കാര്യങ്ങൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് വരിക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് റീകോളിംഗ് ബിഫോർ ഡിസ്കസിങ് പോയിസൺസ് റേഷ്യോ. നമ്മൾ ഒരു ബാർ എടുത്തിട്ട് ആ ബാറിനെ ടെൻസൈൽ ഫോഴ്സ്, അതായത് പുള്ള് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഒരു ബാർ എടുത്തു, ആ ബാറിനെ രണ്ട് സൈഡിൽ നിന്ന് പുള്ള് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ എന്താ സംഭവിക്കുക? ഇത് അതിന്റെ ഒറിജിനൽ ഷേപ്പ് ആയിരുന്നു. ആ ഒറിജിനൽ ഷേപ്പിൽ നിന്ന് ബാർ എക്സ്റ്റെൻഡ് ചെയ്യും, അല്ലെ? നമ്മൾ ഇതിനെ പുള്ള് ചെയ്താൽ ബാർ എക്സ്റ്റെൻഡ് ചെയ്യും. സോ ഇതിന് രണ്ട് ഡയറക്ഷൻ ഉണ്ട്, ലെങ്ത് വൈസ്, ക്രോസ് സെക്ഷൻ വൈസ്. നമ്മൾ ഇമേജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ് എൽ എന്ന് പറഞ്ഞൊരു ലെങ്ത് ആയിരുന്നു ഈ ബാറിന് ഉണ്ടായിരുന്നത്. അതിനെന്ത് സംഭവിക്കും? എക്സ്റ്റെൻഡ് ആയി എൽ ഡാഷ് ആവും, അല്ലെ? എൽ എന്ന് പറഞ്ഞ ലെങ്ത് എക്സ്റ്റെൻഡ് ആയി എൽ ഡാഷ് ആവും ഇൻ ലീനിയർ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷൻ. ഇനി വേറൊരു ഡയറക്ഷൻ ഉണ്ടല്ലേ, ഇതൊരു ഡയറക്ഷൻ. അതുപോലെ ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മൾ ക്രോസ് സെക്ഷൻ കാണുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്തു അതിന് നേരെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ വേറൊരു ഡയറക്ഷൻ ഉണ്ട്. ആ പ്ലെയിനിൽ എന്താ സംഭവിക്കുന്നത്? സോ ബി എന്ന് പറഞ്ഞ വിഡ്ത്ത്, ഞാനിവിടെ ഒരു ക്യൂബിക് സ്ട്രക്ചർ മീൻസ് അതിന്റെ റെക്ടാങ്കിളിന്റെ സൈഡ് എന്ന് പറയുന്നത് രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ഫോർ എക്സ്പ്ലനേഷൻ പർപ്പസ്, ഇറ്റ് ക്യാൻ ബി റെക്ടാങ്കിൾ, ഇറ്റ് ക്യാൻ ബി സ്ക്വയർ, എനിത്തിങ്. സോ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ആണുള്ളത്, അതിന്റെ ഡെപ്ത് ബി ആണ്, വിഡ്ത്ത് ബി ആണ്. സോ വാട്ട് ഹാപ്പൻസ് വെൻ യു പുൾ ഇറ്റ്? സോ ഇവിടെ നിങ്ങൾ ലീനിയർ ഡയറക്ഷനിൽ നീളം കൂടുമെന്ന് കണ്ടു. വാട്ട് ഹാപ്പൻസ് വിത്ത് ക്രോസ് സെക്ഷൻ? അതിന്റെ വീതിയും ഡെപ്തും കുറയാണ് ചെയ്യുന്നത്, അല്ലെ? ബി എന്ന് പറയുന്നത് ബി ഡാഷ്. ഏതൊരു മെറ്റീരിയലും പിടിച്ചു വലിച്ചാൽ സംഭവിക്കുന്നത് ഇതാ, ലെങ്ത് കൂടും, ക്രോസ് സെക്ഷൻ കുറയും. സോ ബി എന്ന് പറയുന്നത് ബി ഡാഷ് ആവുന്നു, എൽ എന്ന് പറയുന്നത് എൽ ഡാഷ് ആയിട്ട് കൂടുന്നു, അല്ലെ? സോ ദർ ആർ ടു തിങ്സ് ദാറ്റ് ആർ ഹാപ്പനിങ് ഇൻ ടു ഡയറക്ഷൻ. വൺ ഡയറക്ഷൻ ഈസ് ലീനിയർ ഡയറക്ഷൻ, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ദ അതർ ഈസ് ഇറ്റ്സ് ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡയറക്ഷൻ, നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ. സോ ഈ രണ്ട് ഡയറക്ഷനിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ സംഭവിക്കുന്നുണ്ട്. സോ രണ്ട് ഡയറക്ഷനിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ സംഭവിക്കുന്നു. സോ ദർ ആർ ടു സ്ട്രെയിൻസ് അസോസിയേറ്റഡ് വിത്ത് സിംഗിൾ ഡിഫോർമേഷൻ, അല്ലെ? ഒരു ഡിഫോർമേഷൻ നടക്കുമ്പോൾ ഇവിടെ ടു സ്ട്രെയിൻസ് ഡെവലപ്പ് ചെയ്യുന്നു. ആ രണ്ട് സ്ട്രെയിൻസിന് നമ്മൾ പേര് വിളിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഓർ ലീനിയർ സ്ട്രെയിൻ, അല്ലെ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളൊരു മെറ്റീരിയൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഡിഫോർമേഷൻ നടക്കുമ്പോൾ we are measuring the deformation in the linear direction അല്ലെങ്കിൽ longitudinal direction. ലീനിയർ ഡയറക്ഷൻ അല്ലെങ്കിൽ longitudinal direction എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന്റെ അതേ ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് പാരലൽ ടു ദ സെയിം ഡയറക്ഷൻ. നമ്മളിപ്പോ ഫോഴ്സ് പി അപ്ലൈ ചെയ്യുന്ന ഇങ്ങനെയല്ലേ, അതേ ഡയറക്ഷനിൽ സംഭവിക്കുന്ന ഡിഫോർമേഷനെ മെഷർ ചെയ്യുന്ന സ്ട്രെയിൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ. ഒരു ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ എങ്ങനെ പറയും? റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഇൻ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ, അല്ലെ? ഇതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ആ ഡയറക്ഷനിലുള്ള ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. സോ വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? വി റെപ്രസെന്റ് ഇറ്റ് ആസ് എപ്സിലോൺ എൽ. ഇവിടുത്തെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എത്രയാ? ആദ്യം എൽ ഡാഷ് ആയിട്ട് കൂടി. സോ ഇറ്റ് ഈസ് എൽ ഡാഷ് മൈനസ് എൽ. ഓക്കെ, എൽ ഡാഷ് മൈനസ് എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എൽ. ഇതാണ് നമ്മുടെ എന്തോ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. രണ്ടാമത് ഞാൻ പറഞ്ഞതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഉണ്ട്, ലാറ്ററൽ ഡയറക്ഷനിൽ ഡിഫോർമേഷൻ നടക്കുന്നുണ്ട്. സോ വി ഹാവ് അനദർ സ്ട്രെയിൻ വിച്ച് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ, ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ ഓർ സെക്കൻഡറി സ്ട്രെയിൻ. മൂന്ന് പേര് ഇതിനുണ്ട്. ലാറ്ററൽ സ്ട്രെയിൻ,
ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ, സെക്കൻഡറി സ്ട്രെയിൻ. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ കുറയുന്നു ബിക്കോസ് ഇറ്റ്സ് ടെൻഷൻ. നമ്മൾ പുള്ള് ചെയ്യുമ്പോൾ ക്രോസ് സെക്ഷൻ കുറയുന്നു. സോ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ലാറ്ററൽ ട്രാൻസ്വേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് പ്ലെയിനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഏത് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ ആണ് ലാറ്ററൽ പ്ലെയിൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്നൊക്കെ നമ്മൾ പറയാം. സോ നമ്മൾ ഇവിടെ കാണുന്ന ഈ റെക്ടാങ്കുലർ പോർഷൻ, ചെറിയ റെക്ടാങ്കിൾ, നമ്മൾ നേരത്തെ സ്ക്വയർ ആണെന്ന് പറഞ്ഞ പോർഷൻ ആണ് ഇതിന് ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ലാറ്ററൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഡയറക്ഷനിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ സ്ട്രെയിൻ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. സോ ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഹിയർ? ഒറിജിനൽ ഡയമെൻഷൻ ബി ആയിരുന്നു, അതിൽ നിന്ന് ബി ഡാഷ് ആയിട്ട് കുറയുന്നു. So b minus b dash is your change in direction, change in dimension. And what is your original dimension? B. So the strain in that direction, lateral direction, epsilon b, which is known as lateral strain or transverse strain, is b minus b dash by b. So ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് ഈ മൊഡ്യൂളിന്റെ. വാട്ട് ഈസ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ, വാട്ട് ഈസ് ലാറ്ററൽ സ്ട്രെയിൻ. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? പോയിസൺസ് റേഷ്യോ ആണല്ലേ. വാട്ട് ഈസ് പോയിസൺസ് റേഷ്യോ? So Poisson's ratio usually represent mu അല്ലെങ്കിൽ you can see here it is mu or 1/m. ഈ രണ്ട് abbreviations ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ representation ഉപയോഗിച്ചാണ് നമ്മൾ Poisson's ratio ആണ് represent ചെയ്യുക. Now we will go to the definition. What is Poisson's ratio? Poisson's ratio is the ratio of lateral strain to the longitudinal strain. നമ്മളിപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ എന്താ, ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ എന്താന്ന് റീകോൾ ചെയ്തു. അത് തമ്മിലുള്ള റേഷ്യോനെയാണ് പോയിസൺസ് റേഷ്യോ എന്ന് വിളിക്കുക. സോ ഇഫ് യു ആർ ഗോയിങ് ടു പുട്ട് ഇറ്റ് ആസ് എ ഡെഫിനിഷൻ, റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സോ സ്ട്രെയിൻ ബൈ സ്ട്രെയിൻ, സ്ട്രെയിനേ യൂണിറ്റ് ഇല്ല, സോ സ്ട്രെയിൻ ബൈ സ്ട്രെയിന് യൂണിറ്റ് ഉണ്ടാവില്ല. സോ പോയിസൺസ് റേഷ്യോ ഇസ് എ കോൺസ്റ്റന്റ് വാല്യൂ, അതിന് യൂണിറ്റ് ഇല്ല. സോ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർമാറ്റിൽ എഴുതിയാൽ പോയിസൺസ് റേഷ്യോ mu or 1/m is nothing but lateral strain by longitudinal strain. So Poisson's ratio is lateral strain by longitudinal strain. That is Poisson's ratio. ഞാൻ പറഞ്ഞു lateral strain യൂണിറ്റ് ഇല്ല. So strain by strain again there is no unit. Poisson's ratio കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. രണ്ട് മെറ്റീരിയൽ നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗിൽ കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ പോകുന്ന രണ്ട് മെറ്റീരിയലിന്റെ പോയിസൺസ് റേഷ്യോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിന്റെ 0.3 ആണ്, കോൺക്രീറ്റിന്റെ 0.15 ആണ്. കോൺക്രീറ്റിന്റെ 0.15, സ്റ്റീലിന്റെ 0.3. ഇതാണ് പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പോയിസൺസ് റേഷ്യോ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. നൗ നമ്മൾ വോളിയോമെട്രിക് സ്ട്രെയിൻ കണ്ടിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഡിസ്കഷൻ എലാസ്റ്റിക് കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞു. അതിനു മുൻപ് എന്താണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് ഒന്നുകൂടി ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. അതിന് രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് പഠിക്കാം. എന്തായിരുന്നു വോളിയോമെട്രിക് സ്ട്രെയിൻ? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പറഞ്ഞപ്പോൾ പഠിച്ചിരുന്നു. വോളിയോമെട്രിക് സ്ട്രെയിൻ ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം ഓഫ് എ ബോഡി, അല്ലെ? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയത്തിന് നമ്മൾ ഡെൽറ്റ വി എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു, ഒറിജിനൽ വോളിയം വി. ദിസ് ഈസ് വോളിയോമെട്രിക് സ്ട്രെയിൻ. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരുന്ന ഒരു ക്യൂബ് ആയിരുന്നു, അല്ലെ? സോ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വെച്ച്, എന്ന് വെച്ചാൽ രണ്ട് ക്രോസ് സെക്ഷൻ ഉള്ള ബാർസ് വെച്ച് ഇതിനെ ഒന്ന് വാല്യൂ കണ്ടുപിടിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ബാർ ആണ്. സോ റെക്ടാങ്കുലർ ബാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോസ് സെക്ഷൻ റെക്ടാങ്കിൾ ഷേപ്പിലാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ ഒരു ബാർ നമുക്കുണ്ട്. അതിന്റെ വോളിയം വി ആണ്, ലെങ്ത് എൽ ആണ്, ഡെപ്ത് അതായത് ക്രോസ് സെക്ഷന്റെ ഡെപ്ത് ഡി ആണ്, അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയാം, തിക്നെസ് ഓർ ഡെപ്ത് വാട്ട് എവർ ഇറ്റ് ഈസ് ഡി ആൻഡ് ദ വിഡ്ത് ഈസ് വി. ഇതാണ് നമ്മുടെ റെക്ടാങ്കുലർ ബാർ. ഈ റെക്ടാങ്കുലർ ബാറിനെ എല്ലാ സൈഡിൽ നിന്നും ഞാൻ കംപ്രസ് ചെയ്യുന്നു. ഓക്കെ, എല്ലാ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന്, ഈ സൈഡിൽ നിന്ന്, ഇതിന്റെ പെർപെൻഡിക്കുലർ നമ്മൾ കാണുന്നതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിലും കംപ്രസ് ചെയ്യുന്നു. സോ 4 ഡയറക്ഷൻ. ഓക്കെ, ഇൻ ഓൾ ദ ഡയറക്ഷൻസ് ഐ എം അപ്ലൈയിങ് എ കംപ്രസീവ് ഫോഴ്സ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ വോളിയം കുറയും, അല്ലെ? സോ ഇങ്ങനെ ഉണ്ടായിരുന്ന ബാറിനെ എല്ലാ സൈഡിൽ നിന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വോളിയം കുറയും. എല്ലാ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് അതിന്റെ വോളിയം കുറയും. ദാറ്റ് മീൻസ് ലെങ്ത് റെഡ്യൂസസ് ടു എൽ ഡാഷ്, വിഡ്ത് റെഡ്യൂസസ് ടു ബി ഡാഷ്, ഡെപ്ത് റെഡ്യൂസ് ടു ഡി ഡാഷ്. ഓക്കെ, എല്ലാ സൈഡിൽ നിന്നും നമ്മൾ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് എല്ലാ സൈഡിൽ നിന്നും കുറയും. ഓക്കെ, സോ വോളിയം
decreases, length decreases, thickness decreases, and width decreases. So ഇതാണ് നമ്മുടെ rectangular barന് compressive force കൊടുക്കുമ്പോൾ സംഭവിക്കുക. Okay. Now what is the volumetric strain in this case? Volumetric strain is nothing but the ratio of change in volume to original volume. അല്ലേ? ഇവിടുത്തെ ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? വി എന്ന് പറഞ്ഞ വോളിയം വി ഡാഷ് ആയിട്ട് മാറി. ഓക്കെ, വി മൈനസ് വി ഡാഷ്, ദാറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം വി. ഇതാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. അതെങ്ങനെ കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ബാർ എടുത്താൽ ഇതിന് ഒരു സൈഡിൽ മാത്രമല്ല ഡയമെൻഷൻ ഉള്ളത് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കോർഡിനേറ്റ്സിനെ കുറിച്ചൊക്കെ അറിയായിരിക്കും, നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാഫിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു 3 പ്ലെയിൻ, 3D പ്ലെയിൻ, 2D പ്ലെയിൻ. ഇതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണല്ലേ. 3 ഡയമെൻഷൻ ഇതിനുണ്ട്, ഒരു ഡയറക്ഷൻ എക്സ്. സോ ഈ ലെങ്ത് പോകുന്ന ഡയറക്ഷനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. വൈ എന്ന് പറഞ്ഞാൽ എൻ്റെ വിഡ്ത്ത് ഇരിക്കുന്ന ഡയറക്ഷൻ. സോ ഇത് എക്സ്, ഇത് വൈ, മുകളിലോട്ടുള്ളത് സെഡ്. സോ യു ഹാവ് 3 ഡയറക്ഷൻസ് ഹിയർ, എക്സ്, വൈ, സെഡ്. സോ ഈ 3 ഡയറക്ഷനിലും നമുക്ക് ഡയമെൻഷൻസ് ഉണ്ട്. എക്സ് ഡയറക്ഷനിൽ ലെങ്ത് ഉണ്ട്, വൈ ഡയറക്ഷനിൽ വിഡ്ത്ത് ഉണ്ട്, സെഡ് ഡയറക്ഷനിൽ തിക്നെസ് ഉണ്ട്. സോ യു ഹാവ് ഡയമെൻഷൻസ് ഇൻ ദ 3 ഡയറക്ഷൻസ്. അപ്പോൾ ഈ 3 ഡയറക്ഷനിലും സ്ട്രെയിൻ ഉണ്ട്. ആ 3 ഡയറക്ഷനിലെ സ്ട്രെയിൻ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, സോ ഫസ്റ്റ് ഐ എം ടേക്കിംഗ് എക്സ് ഡയറക്ഷൻ. സോ എക്സ് ഡയറക്ഷനിലെ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ലെങ്ത് അല്ലെ. സോ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഇസ് നത്തിങ് ബട്ട് സ്ട്രെയിൻ ഇൻ ലെങ്ത്, വിച്ച് വി കോൾ as ലീനിയർ സ്ട്രെയിൻ അല്ലെ. ലീനിയർ സ്ട്രെയിൻ അല്ലെങ്കിൽ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്ന ഹെപ്സിലോൺ എൽ ആണ് എക്സ് ഡയറക്ഷനിലുള്ളത്. സോ വാട്ട് ഈസ് ഹെപ്സിലോൺ എൽ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഇവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്താ? ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ആദ്യം എൽ എന്ന് പറഞ്ഞ ലെങ്ത് എൽ ഡാഷ് ആയിട്ട് കുറഞ്ഞു. സോ എൽ മൈനസ് എൽ ഡാഷ് ആണ് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഓക്കെ, സോ epsilon x is equal to delta L by L. Now we are taking the next direction, that is y direction. In y direction, z direction, both are what? Lateral dimensions അല്ലെ. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടും lateral strains ആണ്. So x direction ഉള്ളത് longitudinal strain ആണ്, y and z lateral dimensions ആണ്. So they are lateral strains. The first one is y direction. So y direction change വരുന്നത് എന്തിനാണ്? Width-നാണ്. We are calling it as epsilon b. So strain in y direction we are representing as epsilon b. Epsilon y is equal to epsilon b. It is nothing but change in dimension by original dimension. What is change in dimension? B changes to b dash. So b minus b dash ആണ് നമ്മുടെ change in dimension divided by original dimension b. Again taking the z direction, again a lateral strain. Epsilon z is nothing but epsilon d. Thickness in the variation on. So epsilon d is change in depth by original depth. What is the change in depth? D minus d dash. സോ ഒരു സാധനം നമ്മൾ കംപ്രസ് ചെയ്തപ്പോൾ അതിന് വോളിയത്തിന് ചേഞ്ച് ഉണ്ടായി. വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുക മീൻസ് ഇൻ അനദർ സെൻസ് in all the 3 dimensions, x dimension, y direction and z direction, the dimensions are changing. So 3 ഡയറക്ഷനിലും സ്ട്രെയിനിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഇത് വെച്ച് ഒരു അനാലിസിസ് ചെയ്ത് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് total strain epsilon v. Total volumetric strain epsilon v is the sum of volumetric strain along all the directions. So epsilon y, epsilon z എന്ന 3 ഡയറക്ഷനിലെയും സ്ട്രെയിനിന്റെ സം ആണ് ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ യു ക്യാൻ സീ ദിസ് epsilon v is equal to epsilon n plus epsilon b plus epsilon d. സോ ജസ്റ്റ് 3 കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ കിട്ടും. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ആവശ്യം വരും. സോ ജസ്റ്റ് റിമെമ്പർ ദിസ്. വി ഡോണ്ട് നീഡ് ടു ഗോ ഡീപ്ലി ഇൻ ടു ദ ഡെറിവേഷൻ. നമ്മുടെ സിലബസിൽ ഡെറിവേഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാം. ജസ്റ്റ് ഇത് ആഡപ്പ് ചെയ്യുന്നതല്ല, ദർ ഇസ് ആൻ അനാലിസിസ് ബിഹൈൻഡ് ദിസ്. സോ അനാലിസിസ് ഒന്ന് നോക്കുക. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് സ്ട്രെയിൻസ് അലോങ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, സെഡ് ഡയറക്ഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് change of dimension by original dimensions in length, width and depth. അതിന്റെ 3ന്റെയും അഡീഷൻ ആണ് ടോട്ടൽ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ നമ്മൾ റെക്ടാങ്കുലർ ബാർ കണ്ടു. ഇനി ഒരു സർക്കുലർ റോഡ് കണ്ടുപോകാം. സോ സർക്കുലർ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ക്രോസ് സെക്ഷനിലുള്ളത് ഒരു സർക്കിൾ ആണ്. ഇവിടെ ഒരു റെക്ടാങ്കിൾ ആയിരുന്നു, ഇവിടെ ഒരു സർക്കിൾ ആണ്. സോ യു ഹാവ് ദ ലെങ്ത് എൽ, യു ഹാവ് ദ ഡെപ്ത് ഡി.
ഇതിനെ ഞാൻ വീണ്ടും കംപ്രസ് ചെയ്യുന്നു. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വോളിയം കുറയും. വി ചേഞ്ചസ് ടു വി ഡാഷ്, എൽ റിഡ്യൂസസ് ടു എൽ ഡാഷ്, diameter reduces to d dash. So length L reduces to L dash, diameter D reduces to D dash, volume V reduces to V dash. Now, നേരത്തെ പോലെ volumetric strain is nothing but delta V by V. What is delta B? V minus V dash. So volumetric strain is delta V by V. V by delta V is nothing but V minus V dash. Again, ഇവിടെയും 3 ഡയറക്ഷൻ ഉണ്ടല്ലേ. X direction ഉണ്ട്, Y direction ഉണ്ട്, Z direction ഉണ്ട്. So we are going to calculate those strains. The first one is nothing but the linear strain or longitudinal strain, which is epsilon x. Epsilon x is nothing but epsilon L, change in length by original length. What is the change in length? Delta L, L minus L dash divided by original length L. In a y direction, Z direction. ഇവിടെ y direction, Z direction നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ width ഉണ്ട്, thickness ഉണ്ട്. But when you are coming to a circular road, in both direction it is diameter. അല്ലെ, ഒരു സർക്കിൾ ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ എക്സ് വൈ ഡയറക്ഷൻ എടുത്താലും സെഡ് ഡയറക്ഷൻ എടുത്താലും ഇറ്റ് ഈസ് ദ ഡയമീറ്റർ. ദാറ്റ് മീൻസ് epsilon x is equal to, epsilon y is equal to epsilon z, which is equal to epsilon d. That is the lateral strain. Lateral strain is nothing but change in diameter by original diameter. So change in diameter d ആണ്. ആദ്യത്തെ ഡി ആയിരുന്നു, മൈനസ് ഡി ഡാഷ് രണ്ടാമത്. സോ ഡി മൈനസ് ഡി ഡാഷ് ആണ് ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഒറിജിനൽ ഡയമീറ്റർ ഡി ആണ്. സോ യു വിൽ ഗെറ്റ് എപ്സിലോൺ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡി ബൈ ഡി. ഓക്കെ, നൗ ഇഫ് യു ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ എപ്സിലോൺ വി ഇൻ ടേംസ് ഓഫ് ദീസ് lateral and longitudinal strain, what you will get? ഇതുപോലെ തന്നെ കൺസിഡർ ചെയ്താൽ ഇറ്റ് ഈസ് ദ അഡീഷൻ ഓഫ് 3 ഡയറക്ഷനിലുള്ള സ്ട്രെയിൻ അല്ലേ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ഡയറക്ഷനിൽ എപ്സിലോൺ ഡി ആണ്, ഒരു ഡയറക്ഷനിൽ എപ്സിലോൺ എൽ ആണ്. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എപ്സിലോൺ എൽ പ്ലസ് 2 എപ്സിലോൺ ടി. സോ വോളിയോമെട്രിക് സ്ട്രെയിൻ ഇൻ കേസ് ഓഫ് സർക്കുലർ റോഡ് ഈസ് ദ സം ഓഫ് lateral strain plus 2 times longitudinal, sum of longitudinal strain plus 2 times lateral strain. ഇത് ജസ്റ്റ് അടുത്ത് ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ബിയോണ്ട് അവർ സ്കോപ്പ്. സോ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എല്ലാ ഡയറക്ഷനിലും ആഡ് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ ദിസ് ഈസ് ദ വോളിയോമെട്രിക് സ്ട്രെയിൻ. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ another 3 constants which are elastic constants. So ഈ 3 കോൺസ്റ്റന്റ്സിനെ ഗ്രൂപ്പ് ചെയ്ത് വിളിക്കുന്ന പേരാണ് എലാസ്റ്റിക് കോൺസ്റ്റന്റ്സ്, അല്ലെങ്കിൽ 3 മോഡുലൈ എന്നൊക്കെ നമ്മൾ പറയും. 3 മോഡുലസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു, മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് പഠിച്ചു, അതിന് മുമ്പ് ഹുക്സ് ലോ പഠിച്ചു. അപ്പോഴൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടേമാണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. എന്താണ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ, നമുക്കൊരു ബാറുണ്ട്, ആ ബാറിനെ നമ്മൾ ടെൻഷൻ വെച്ച് വലിക്കുന്നു. സോ ടെൻസൈൽ ഫോഴ്സ് വെച്ച് വലിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അതിൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, ഡീഫോർമേഷൻ സംഭവിക്കും. സ്ട്രെസ് ഈസ് ദ മെഷർ ഓഫ് റെസിസ്റ്റൻസ്, ഡീഫോർമേഷൻ ഈസ് മെഷേർഡ് ബൈ സ്ട്രെയിൻ. ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. സോ ഇവിടെ വി ആർ പുള്ളിങ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് ലീനിയർ സ്ട്രെസ് അല്ലെ, ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ ഡ്യൂ ടു ദ ഡയമെൻഷൻ. സോ ലീനിയർ അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, അങ്ങനെ linear dimensions ആണ് ചേഞ്ച് വരുന്നത്. സോ ഇറ്റ് ഈസ് ലീനിയർ സ്ട്രെസ് ആൻഡ് ലീനിയർ സ്ട്രെയിൻ. ദ ചേഞ്ച് ഇൻ ലീനിയർ സ്ട്രെസ്, ദ റേഷ്യോ ഓഫ് ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. നമ്മൾ കണ്ടിരുന്നു. സോ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇ എന്നാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് യങ്സ് മോഡുലസ്, എസ്പെഷ്യലി ഇൻ കേസ് ഓഫ് സ്റ്റീൽ, represented as E, and the ratio is linear stress by linear strain. So E is equal to stress by strain. നമ്മൾ നേരത്തെ കണ്ടു, that is modulus of elasticity. Okay, so this is related to linear strain and linear stress. അടുത്തത് ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും. നമ്മൾ ടൈപ്സ് ഓഫ് സ്ട്രെസ്സും ടൈപ്പ് ഓഫ് സ്ട്രെയിനും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും തമ്മിലുള്ള റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അടുത്ത മോഡുലസ്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓക്കെ, ഇതിന് വേറൊരു പേര് എന്തായിരിക്കും? ലീനിയർ സ്ട്രെസ്സും ലീനിയർ സ്ട്രെയിനും നമ്മൾ റിലേറ്റ് ചെയ്തായിരുന്നു മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി. ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിനും നമ്മൾ റിലേറ്റ് ചെയ്യുന്നതാണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോ ഇതിന് വേറൊരു പേര് കൂടി ഉണ്ട്, ഷിയർ മോഡുലസ്. സോ വാട്ട് ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി? വി ആർ ഗിവിംഗ് ഇറ്റ് ആസ് എ ഡെഫിനിഷൻ, റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിൻ വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ്. ഇലാസ്റ്റിക് ലിമിറ്റിന്റെ ഉള്ളിലുള്ള റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു ഷിയറിംഗ് സ്ട്രെയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോഡുലസ് ഓഫ് rigidity എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഷിയർ
strain, what we have calculated. ഇതിൽ 5 എന്ന് പറയുന്നതാണ് ഷിയർ സ്ട്രെയിൻ എന്ന് നമുക്കറിയാം. ഷിയർ സ്ട്രെസ് ഈസ് നത്തിങ് ബട്ട് ഷിയർ ഫോഴ്സ് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ബൈ ഏരിയ അല്ലേ. അതിനെ നമ്മൾ ടോ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഷിയറിംഗ് സ്ട്രെയിന് 5 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇറ്റ് ഈസ് ദ ആംഗുലർ ഡിസ്റ്റോർഷൻ. So what is the ratio of shearing stress to shearing strain? It is known as modulus of rigidity or shear modulus. Shear modulus നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ്. ഒന്നെങ്കിൽ സി, അല്ലെങ്കിൽ ജി, അല്ലെങ്കിൽ എൻ. ഓക്കെ, സോ ഞാൻ നമ്മുടെ ഡിസ്കഷനിൽ മുഴുവൻ ഉപയോഗിക്കുക ജി ആയിരിക്കും. പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ യു മേ സി ജി ഓർ എൻ. സി ജി എൻ ഇതിൽ 3 ഏത് ചോദിച്ചാലും ഇറ്റ് ഈസ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി. ഓർത്ത് വെക്കുക. സോ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ. ഓക്കെ, ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോ ടൈപ്സ് ഓഫ് സ്ട്രെയിൻ പഠിച്ചപ്പോൾ നമ്മൾ ലീനിയർ സ്ട്രെയിൻ പഠിച്ചു, ഷിയർ സ്ട്രെയിൻ പഠിച്ചു. ബാക്കിയുള്ളത് എന്തായിരുന്നു? വോളിയോമെട്രിക് സ്ട്രെയിൻ. സോ നെക്സ്റ്റ് മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വോളിയം ചേഞ്ച്. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഇറ്റ്. The name is bulk modulus. Okay, bulk. So volume is changing അല്ലേ. So bulk ആയിട്ടുള്ള dimension ചേഞ്ചിനെയാണ് നമ്മൾ ബൾക്ക് മോഡുലസ് റെപ്രസെന്റ് ചെയ്യുക. So bulk modulus is the ratio of identical pressure P acting at 3 mutually perpendicular direction to corresponding volumetric strain. So it is the ratio of pressure to the volumetric strain. Okay. സോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സോ വോളിയോമെട്രിക് സ്ട്രെയിൻ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ബോഡി എടുത്തിട്ട് അതിനെ കംപ്രസ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ നോക്കിയെങ്കിൽ ഈ ഫിഗർ, യു ഹാവ് എ ക്യൂബ്, ലെറ്റ്സ് സേ ഇറ്റ്സ് എ ക്യൂബ്. ആ ക്യൂബിന്റെ എല്ലാ ഡയറക്ഷനിലും പി എന്ന് പറയുന്ന ഈക്വൽ ഫോഴ്സ് കൊണ്ട് അതിനെ കംപ്രസ് ചെയ്യുന്നു. സോ എല്ലാ ഡയറക്ഷനും പി എന്ന് പറഞ്ഞ ഈക്വൽ ഫോഴ്സ്. സോ അതുകൊണ്ടുണ്ടാകുന്ന പ്രഷറാണ് ഇത്. ക്യാപിറ്റൽ പി ആണ്. ആ പി ബൈ എ ചെയ്താൽ ഒരു പ്രഷർ കിട്ടും അല്ലെ. സോ എല്ലാ സൈഡിലും ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ പി ആണ്. ദാറ്റ് ഈസ് ഐഡന്റിക്കൽ പ്രഷർ മെൻഷനിങ് ഹിയർ. ഒരു ബോഡി എടുത്തു, അതിന് ഈക്വൽ ആയിട്ട് അതിനെ കംപ്രസ് ചെയ്യുന്നു. സോ ഈക്വൽ പ്രഷർ ആക്ട് ചെയ്യുന്നു. അങ്ങനെ എല്ലാ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ, സോ എക്സ് വൈ സെഡ് 3 ഡയറക്ഷനിലും നമ്മൾ പി എന്ന് പറയുന്ന പ്രഷർ കൊണ്ട് അതിനെ കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഒരു വോളിയോമെട്രിക് സ്ട്രെയിൻ സംഭവിക്കുന്നുണ്ട്. ദാറ്റ് വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് എപ്സിലോൺ. സോ ദീസ് ആർ ദ 2 ടേംസ്. പി എന്ന് പറഞ്ഞാൽ it is the pressure that is acting on the 3 mutually perpendicular direction and it is equal. 3 ഡയറക്ഷനും ഒരേ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോളിയത്തിന് ചേഞ്ച് വരുന്നു. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയമാണ് വോളിയോമെട്രിക് സ്ട്രെയിൻ. ഈ പ്രഷർ ബൈ വോളിയോമെട്രിക് സ്ട്രെയിൻ ഉള്ള റേഷ്യോ ഏതാണ് നമ്മൾ വിളിക്കുക? ബൾക്ക് മോഡുലസ് എന്ന് വിളിക്കുക. സോ ബൾക്ക് മോഡുലസ് is represented as K. K is equal to P by epsilon V, pressure by volumetric strain. What is volumetric strain? Change in volume by original volume. So these are the 3 moduluses. One is representing the linear deformation, second one is shear deformation, third one is volumetric deformation. Modulus of elasticity നമ്മൾ E എന്ന് represent ചെയ്യും. E is nothing but stress by strain, that is linear stress by strain, sigma by epsilon. Next one is modulus of rigidity, which is representing the shear deformation. So shear stress by shear strain, tau by epsilon, represented by C, G or N, that is modulus of rigidity. And the third modulus is bulk modulus, which is representing the volume change, and it is the ratio of identical pressure acting in the 3 mutually perpendicular direction, that is P, divided by the volumetric strain epsilon V, represented as K. So K is P by epsilon V. Epsilon V എന്ന് പറഞ്ഞാൽ ഡെൽറ്റ V by V. ഇതാണ് 3 modulus. എലാസ്റ്റിക് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ 3 മോഡുലസ് എന്ന് നമ്മൾ പറയുന്നു. സോ നമ്മൾ 4 കോൺസ്റ്റൻസ് ഇപ്പോൾ പഠിച്ചു. ഫസ്റ്റ് വൺ വാസ് പോയിസൺസ് റേഷ്യോ, വിച്ച് ഇസ് ദ റേഷ്യോ ഓഫ് lateral strain by longitudinal strain, and these 3 elastic constants. ഇനി ഇത് 4 തമ്മിൽ കുറച്ച് റിലേഷൻ ഉണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എലാസ്റ്റിക് കോൺസ്റ്റൻസ് ആൻഡ് പോയിസൺസ് റേഷ്യോ, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു 3 റിലേഷൻ ഉണ്ട്. ഇതെങ്ങനെ കിട്ടി എന്ന് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാറില്ല. ബട്ട് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു കൻ ഗോ ബാക്ക് ടു ദ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് സി ഹൗ ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. സോ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. വി വിൽ ഹാവ് ടു യൂസ് ദിസ് ഫോർ സോൾവിങ് അവർ പ്രോബ്ലംസ്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ കോൺസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി, റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ, ലീനിയർ സ്ട്രെസ് ടു ലീനിയർ സ്ട്രെയിൻ. ന്യൂ ഇസ് പോയിസൺസ് റേഷ്യോ. പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ lateral strain by longitudinal strain. G is modulus of rigidity അല്ലെങ്കിൽ shear modulus. K is bulk modulus. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇനെയും മ്യൂവിനെയും ജിനെയും കണക്ട് ചെയ്തിരിക്കുന്നതാണ്.
that equation is 2g into 1 plus nu. Modulus of velocity is equal to 2 times shear modulus into 1 plus Poisson's ratio. E is equal to 2g into 1 plus nu. ഇതാണ് ആദ്യത്തെ റിലേഷൻഷിപ്പ്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. E is equal to 2g into 1 plus nu. എന്നിട്ട് പഠിക്കുക. അടുത്ത റിലേഷൻ, it is connecting modulus of velocity E, mu and bulk modulus K. So E, mu and K. That relation is similar one. E is equal to 3k into 1 minus 2 mu. So modulus of velocity E is equal to 3 times bulk modulus into 1 minus 2 times Poisson's ratio. So this is the relation connecting modulus of velocity, bulk modulus and Poisson's ratio. So modulus of velocity, Poisson's ratio, modulus of rigidity connect ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട് 2g into 1 plus nu. അടുത്തത് modulus of velocity, Poisson's ratio, bulk modulus കണക്ട് ചെയ്ത ഒരു ഇക്വേഷൻ ഉണ്ട് 3k into 1 minus 2 mu. അടുത്തത് ഇയും ജിയും കെയും, അതായത് modulus of velocity, modulus of rigidity, bulk modulus, ഇത് മൂന്നും കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. The equation is given by like this. E is equal to 9 kg by 3k plus g. The modulus of velocity E is equal to 9 kg by 3k plus g. Okay, ഈ മൂന്ന് ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. We don't have to go to the derivations and all. Just ഈ മൂന്ന് equations by heart ചെയ്യുക, റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കുക. ഈ മൂന്ന് ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ മെച്ചം എന്താ, നിങ്ങൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റിയും സപ്പോസ് പോയിസൺസ് റേഷ്യോവും അറിയാമെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഓൾ ദ അതർ ടു മോഡുലസ് അല്ലെ. കെ കണ്ടുപിടിക്കാം, ജി കണ്ടുപിടിക്കാം. സോ യൂഷ്വൽ ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെയാണ്, ഒരു ഫോഴ്സ് തരും, ആ ഫോഴ്സ് കൊണ്ടുള്ള ഡിഫോർമേഷൻ ചിലപ്പോൾ തരും, അതിൽ നിന്നും പോയിസൺസ് റേഷ്യോയും other three modulus of velocity, modulus of shear modulus, bulk modulus കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ ഓർത്തിരുന്നാൽ യു ക്യാൻ സോൾവ് ദോസ് പ്രോബ്ലംസ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യേണ്ട തിയറി പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലോട്ട് പോവാം. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ് വൺ. You have a steel rod which is 4 meter long and 20 meter in diameter. You subjected to an axial tensile load of 45 kilonewton. Find the change in length, change in diameter and change in volume. Take modulus of velocity 200 kilonewton per mm square and mu is equal to 0.3. നമ്മൾ രണ്ട് കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ചോദിക്കാൻ സാധ്യത. അതിൽ ഒന്നാമത്തെ കൈൻഡാണ് ഇത്. നമുക്കൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്, ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. ആ ഡയമെൻഷൻസിൽ ചേഞ്ച് വരുന്നത് എത്രയാണ്? സോ ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ഡയമീറ്റർ, ചേഞ്ച് ഇൻ വോളിയം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കും. നമുക്കൊന്ന് ഇത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡ്. സോ നമുക്ക് നോക്കാം. യു ഹാവ് എ സ്റ്റീൽ ബാർ അല്ലെ, ഇറ്റ് ഈസ് എ സ്റ്റീൽ റോഡ് വിച്ച് ഈസ് ഹാവിങ് എ ലെങ്ത് ഓഫ് 4 മീറ്റർ. ലെങ്ത് 4 മീറ്റർ ആണ്, അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 20 mm ആണ്. അതിനെ പിടിച്ച് ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് വെച്ച് പുള്ള് ചെയ്യുന്നു അല്ലെ. ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ്, ദാറ്റ് മീൻസ് അതിനെ പിടിച്ച് വലിക്കുന്നു വിത്ത് 45 kilonewton. സോ രണ്ട് സൈഡിൽ നിന്നും 45 kilonewtonൽ അതിനെ പുള്ള് ചെയ്യുന്നു. യു ഹാവ് എ സർക്കുലർ സ്റ്റീൽ റോഡ് വിച്ച് ഈസ് ഹാവിങ് ലെങ്ത് 4 meter, diameter 20 mm and pulled by a 45 kilonewton load. So what will happen? ഇത് വലിഞ്ഞ് നീണ്ടുപോകും. നീണ്ടുപോകുമ്പോൾ ലെങ്ത് കൂടും, ക്രോസ് സെക്ഷൻ കുറയും അല്ലെ. സോ ലെങ്ത് L will increase to L dash, depth D will decrease to D dash. So 4 മീറ്ററിനേക്കാൾ കൂടിയ ഒരു വാല്യൂ ആയിരിക്കും L dash, 20 mm കുറഞ്ഞ ഒരു വാല്യൂ ആയിരിക്കും ഡയമീറ്റർ വലിഞ്ഞ് കഴിയുമ്പോൾ അല്ലെ. ഇതാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ്. ഈ 45 kilonewton വെച്ച് കഴിഞ്ഞാൽ ഡിഫോർമേഷന് ശേഷമുള്ള പൊസിഷൻ ഇങ്ങനെ ആയിരിക്കും. സോ L ഡാഷും D ഡാഷും നമുക്ക് അറിയില്ല, V ഡാഷും നമുക്ക് അറിയില്ല. സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ചേഞ്ച്. L-ന്ന് L dash ആയ ചേഞ്ച് എത്രയാണ്? ദാറ്റ് ഈസ് L dash minus L. What is the change in diameter? So D minus D dash. What is the change in volume? V minus V dash. ഇത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് ആദ്യത്തെ തൊട്ട് തുടങ്ങാം. ചേഞ്ച് ഇൻ ലെങ്ത്. സോ വാട്ട് ഈസ് ചേഞ്ച് ഇൻ ലെങ്ത്? ഡെൽറ്റ എൽ അല്ലെ. L dash എന്ന് പറഞ്ഞ ലെങ്ത് ആയിട്ട് കൂടി L dash minus L ആണ് ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, L dash നമുക്ക് അറിയത്തില്ല, L നമുക്കറിയാം. സോ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ബട്ട് യു ക്യാൻ റിമെമ്പർ ആൻ ഇക്വേഷൻ ദാറ്റ് വി വർ യൂസിങ് ത്രൂ ഔട്ട് ദി സെക്കൻഡ് മൊഡ്യൂൾ അല്ലെ. ഒരു ബാറിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫോർമേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്? എക്സ്റ്റൻഷൻ ഇൻ ദ ബാർ ഈസ് നത്തിങ് ബട്ട് PL by A അല്ലെ. ലീനിയർ ഡയറക്ഷനിലെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്
due to a load, either it is tension or compression. Tension load, tension force ആവാം, compression force ആവാം. അങ്ങനെ ലീനിയർ ഡയറക്ഷനിൽ അതിനുണ്ടാകുന്ന എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ PL by AE എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So here the change in length is nothing but PL by AE. You have everything given. What is P? 45 kilonewton. Length L is 4 meter. Modulus of velocity E is 200 kilonewton per mm square. P ഉണ്ട്, L ഉണ്ട്, E ഉണ്ട്. You have to find area. ഏരിയ എന്ന് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് അല്ലെ. എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ക്രോസ് സെക്ഷന്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ഇവിടെ ക്രോസ് സെക്ഷനിൽ എന്താ ഉള്ളത്? ഒരു സർക്കിൾ ആണുള്ളത് വിത്ത് ഡയമീറ്റർ 20 mm. That is pi by 4 d square. So area of cross section is nothing but pi by 4 d square. You can substitute pi by 4 into 20 square. You will get the answer in mm square as 314.16. നമുക്ക് P കിട്ടി, L കിട്ടി, A കിട്ടി, E കിട്ടി. Just substitute. You will find PL by AE as 2.865 mm. Okay. ഇവിടെ യൂണിറ്റ് നോക്കാം. ലോഡ് 45. It is in kilonewton. Modulus of velocity kilonewton per mm square. So I don't want to change the load. Both are in kilonewton. Okay. Next is length. Length is 4 meter. Length മാത്രം മീറ്ററിൽ ബാക്കി എല്ലാം mm square. So I am converting meter to mm here. So 4 into 1000. That is converting 4 meter to millimeter. That is 4000 millimeter. Just substitute it. You will get the answer as 2.865 mm. So 45 കിലോമീറ്ററിൽ പുള്ളി ചെയ്ത് കഴിയുമ്പോൾ L എന്ന് പറഞ്ഞ ലെങ്ത് L dash ആവുന്നു. That L dash is nothing but 4 plus 2.865 അല്ലെ. അപ്പൊ ചേഞ്ച് ചെയ്ത ലെങ്ത് ആണ് 2.865 mm എന്ന് പറയുന്നത്. So you got the change in length. Next what you have to find? Change in diameter. So ഇതിൽ പിടിച്ച് പുള്ളി ചെയ്യുമ്പോൾ ലെങ്ത് കൂടും, ഡയമീറ്റർ കുറയും അല്ലെ. So you need what is D minus D dash. എത്ര ഡയമീറ്റർ കുറഞ്ഞു എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? Change in diameter is nothing but D minus D dash. നമുക്ക് D അറിയാം, D dash അറിയില്ല. So you can't use this equation. പക്ഷെ നമുക്ക് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കാം. So diameter ഏത് ഡയറക്ഷനിലാണ് നോക്കിക്കേ. ഇതാണ് ഇതിന്റെ ലീനിയർ ഡയറക്ഷൻ. Diameter is in the lateral direction അല്ലെ. Change in diameter is something related to the change in lateral dimensions. So change in lateral dimension means it is related to lateral strain അല്ലെ. Change in lateral dimension എന്ന് പറഞ്ഞാൽ it is related to lateral strain. Lateral strain നെ കുറിച്ച് നമ്മൾ പഠിച്ചു. Change in lateral dimension by original dimension. Change in lateral dimension D minus D dash ആണ്, original dimension D ആണ്. ഇവിടെ നമുക്ക് D dash അറിയില്ല. So directly lateral strain equation നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. But we have another equation which we studied today, which is dealing with lateral strain. It is Poisson's ratio അല്ലെ. Poisson's ratio എന്ന് പറഞ്ഞാൽ എന്താ? Lateral strain by longitudinal strain. So Poisson's ratio is lateral strain by longitudinal strain. ഇതിൽ lateral strainഉം Poisson's ratio നമുക്ക് അറിയാമെങ്കിൽ, longitudinal strainഉം Poisson's ratio നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? Lateral strain കണ്ടുപിടിക്കാൻ പറ്റും. Lateral strain കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ we can find the change in diameter delta D. So എന്താണ് Poisson's ratio? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.3. Poisson's ratio is given in the question 0.3. Next, diameter D ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. It's 20 mm. I'm sorry. This would be, just a second. Your diameter D is 20 mm. Okay. Just correct ചെയ്തതാണ്. So Poisson's ratio 0.3, diameter D 20 mm. That's what you need. Longitudinal strain. Longitudinal strain എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലെങ്ത്തിന്റെ ഡയറക്ഷനിലുള്ള ലീനിയർ സ്ട്രെയിൻ അല്ലെ. വാട്ട് ഈസ് ലീനിയർ സ്ട്രെയിൻ? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ജസ്റ്റ് മുന്നേ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചേഞ്ച് ഇൻ ലെങ്ത് ആയിരുന്നു. അതിന്റെ ആൻസർ 2.865 mm ആയിരുന്നു. ലെങ്ത് നമുക്കറിയാം 4 meter. So I am converting it to mm. So change in length 2.86 divided by original length 4000 mm. You will get longitudinal strain as 7.16 into 10 raised to minus 4. Strain ആണ്, യൂണിറ്റ് ഇല്ല. So change in length by original length ആണ് longitudinal strain എന്ന് പറയുന്നത്. 7.16 into 10 raised to minus 4. നമുക്ക് ഇവിടെ longitudinal strain അറിയാം. Longitudinal strain നമുക്കറിയാം. അതുപോലെ we know Poisson's ratio.
Poisson's ratio അറിയാം, longitudinal strain അറിയാം. So you can calculate lateral strain from this. So substitute ചെയ്ത് കഴിഞ്ഞാൽ lateral strain epsilon d അല്ലെ, lateral strain epsilon d is nothing but Poisson's ratio into longitudinal strain. What is your Poisson's ratio? 0.3. What is your longitudinal strain? 7.16 into 10 raised to minus 4. So you will get the answer of lateral strain as 2.148 into 10 raised to minus 4. നമ്മൾ ജസ്റ്റ് പോയിസൺസ് റേഷ്യോന്റെ ഇക്വേഷൻ എടുത്തു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്കറിയാം, പോയിസൺസ് റേഷ്യോ നമുക്കറിയാം. സോ അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ലാറ്ററൽ സ്ട്രെയിൻ കിട്ടും. അതാണ് ഇവിടെ ചെയ്തത്. 0.3 into 7.16 into 10 raised to minus 6. Minus 4. You will get lateral strain epsilon ds 2.148 into 10 raised to minus 4. You got the lateral strain. Now, what is the general equation for lateral strain? Change in diameter by original diameter ആണല്ലേ. സോ ഈ 2.148 into 10 raised to minus 4 എന്ന് പറയുന്നത് change in diameter by original diameter ആണ്. So what is change in diameter? It is nothing but lateral strain into diameter d. So delta d എന്ന് പറയുന്നത് this value into d ആണ്. That is what we needed. Change in diameter. Delta d is equal to 2.148. Sorry, it is 2.148 into 10 raised to minus 4 and into our diameter 20. So 2.148 into 10 raised to minus 4 into 20. You will get the answer as 4.3 into 10 raised to minus 4 mm. This is your change in diameter. So diameter 20 mm ൽ നിന്ന് 4.3 into 10 raised to minus 4 mm കുറയും when you are pulling with 45 kN. This is change in diameter. So change in diameter കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിച്ചത് പോയിസൺസ് റേഷ്യോന്റെ ഇക്വേഷൻ ആണ്. പോയിസൺസ് റേഷ്യോ lateral strain by longitudinal strain ആണ്. You know what is longitudinal strain? It is linear strain. So change in length നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്താൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കിട്ടും. പോയിസൺസ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇഫ് യു ഇക്വേറ്റ് ബോത്ത് യു വിൽ ഗെറ്റ് ദ ലാറ്ററൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ ആണ്. സോ ഫ്രം ദിസ് യു ക്യാൻ ഗെറ്റ് ദ ചേഞ്ച് ഇൻ ഡയമീറ്റർ. ഇങ്ങനെയാണ് ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിക്കുക. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ചേഞ്ച് ഇൻ വോളിയം. സോ വി എന്ന് പറയുന്ന വോളിയം വി ഡാഷ് ആയിട്ട് കുറയുന്നു. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം? വി മൈനസ് വി ഡാഷ് അല്ലെ. വി എന്ന് പറഞ്ഞ വോളിയം വി ഡാഷ് ആയിട്ട് കുറഞ്ഞു. ദറ്റ് ഈസ് വി മൈനസ് വി ഡാഷ്. പക്ഷെ നമുക്ക് വി ഡാഷിന്റെ വാല്യൂ അറിയത്തില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് സം വേ ടു ഫൈൻഡ് ചേഞ്ച് ഇൻ വോളിയം. സോ ചേഞ്ച് ഇൻ വോളിയം യൂഷ്വലി എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമുക്ക് വോളിയോമെട്രിക് സ്ട്രെയിൻ അറിയാം. ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. ഇവിടെയും ചേഞ്ച് ഇൻ വോളിയം വേണം. വി ഡോണ്ട് നോ വി ഡാഷ്. പക്ഷെ നമ്മൾ വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു സർക്കുലർ റോഡ് ആണെങ്കിൽ അതിന്റെ വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലീനിയർ സ്ട്രെയിൻ പ്ലസ് 2 times its lateral strain. So linear strain plus 2 times its lateral strain ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാതെ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാം. എപ്സിലോൺ എൻ പ്ലസ് 2 എപ്സിലോൺ ഡി എന്ന് പറയുന്ന ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാം. എങ്ങനെ മോഡിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഈ എപ്സിലോൺ എല്ലിനെ പുറത്തോട്ട് എടുത്തു. എപ്സിലോൺ എൽ അതായത് ലീനിയർ സ്ട്രെയിനെ പുറത്തോട്ട് എടുത്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ ലീനിയർ സ്ട്രെയിൻ ബൈ 1 ആവും. ഇവിടെ ഹെപ്സിലോൺ ഡി ബൈ ഹെപ്സിലോൺ എൽ ആവും അല്ലെ. ഹെപ്സിലോൺ എല്ലിൽ പുറത്തെടുത്താൽ 1 + 2 ഹെപ്സിലോൺ ഡി ബൈ ഹെപ്സിലോൺ. വാട്ട് ഈസ് ഹെപ്സിലോൺ ഡി ബൈ ഹെപ്സിലോൺ എൽ? ഹെപ്സിലോൺ ഡി ബൈ ഹെപ്സിലോൺ എൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നോക്കി? ഹെപ്സിലോൺ ഡി എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ, ഹെപ്സിലോൺ എൽ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. Ratio of lateral strain to longitudinal strain is nothing but Poisson's ratio. So you get volumetric strain in terms of Poisson's ratio. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ബാറിന് വി വോളിയത്തിലുള്ള ഒരു ബാറിന് 45 കിലോമീറ്ററിൽ പുഷ് ചെയ്യും അല്ലെ. അങ്ങനെ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കാം? അതിന്റെ ലെങ്ത് കൂടുന്നു, ഡയമീറ്റർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു ഡയമെൻഷൻ കൂടുന്നു, ഒരു ഡയമെൻഷൻ കുറയുന്നു. അപ്പൊ നമുക്ക് രണ്ടിനെയും ഒരു സൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇല്ല. കാരണം സ്ട്രെയിൻ ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന് വാല്യൂ ഉണ്ട്, ഡയറക്ഷനും ഉണ്ട് അല്ലെ. ഇവിടെ ലെങ്ത് കൂടുകയും ഡയമീറ്റർ കുറയുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം one should be positive, one should be negative. That is mu is negative. So epsilon d ക്കും epsilon l ലും എനിക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് കൂടുകയും ഒന്ന് കുറയുകയും ചെയ്യാം. ഇഫ് സപ്പോസ് ഞാൻ ലെങ്ത്തിന്റെ ഡയറക്ഷൻ പോസിറ്റീവും ഡയമീറ്ററിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് എടുത്തു. സോ കൂടുന്നതിനെ പോസിറ്റീവും ഡയമീറ്ററിനെ കുറയുന്നതിനെ നെഗറ്റീവ് എടുത്താൽ epsilon d by epsilon l എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വാല്യൂ ആണ്. What I get is when length increases, diameter decreases, that means mu is negative. ഇത് എപ്പോഴും ഓർത്ത് വെക്കുക.
ഈവൻ നിങ്ങൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് വെച്ചു. നിങ്ങൾക്ക് ഇപ്പൊ ഹെപ്സിലോൺ എല്ലിന്റെ വാല്യൂ അറിയാം. ഹെപ്സിലോൺ ഡി ജസ്റ്റ് നമ്മൾ ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടു, ഒറിജിനൽ ഡയമീറ്റർ കണ്ടുപിടിച്ചു. സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും ഓർക്കുക, what happens to the length? Length is increasing, diameter is decreasing. So if you are substituting, epsilon L should be in positive, epsilon D should be in negative. So you can either use this equation or you can write epsilon V is equal to epsilon L minus epsilon L into 1 minus 2 mu. So ഒരു ഡയമെൻഷൻ കൂടുന്നു, ഒരു ഡയമെൻഷൻ കുറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. You know the Poisson's ratio, you know the epsilon L, you can find epsilon V. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കും. ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ എല്ലാ പ്രോബ്ലത്തിനും ചെയ്യേണ്ട. ദിസ് ഇസ് ജസ്റ്റ് ഫോർ യുവർ അണ്ടർസ്റ്റാൻഡിങ്. എങ്ങനെയാണ് ഇക്വേഷൻ അറൈവ് ചെയ്തതെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതന്നേ ഉള്ളൂ. ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, യു ക്യാൻ ജസ്റ്റ് റിമെമ്പർ ദിസ് ഇക്വേഷൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു അവർ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഇൻടു 1 minus 2 mu. സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ volumetric strain is nothing but change in volume by original volume. ഇതിനകത്ത് change in volume ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. It is nothing but this equation into V അല്ലേ. ഇതിന് നമുക്ക് longitudinal strain epsilon L nothing but delta L by L ജസ്റ്റ് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ജസ്റ്റ് തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ epsilon ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. It is 7.16 into 10 raised to minus 4. That is change in length by original length. Now Poisson's ratio mu is 0.3. You have everything. Just you need volume. What is the volume of a circular rod? ഒരു സിലിണ്ടർ ആണല്ലേ. സിലിണ്ടറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച് അല്ലെങ്കിൽ പൈ ബൈ 4 ഡി സ്ക്വയർ എൽ. പൈ ബൈ 4 ഡി സ്ക്വയർ ഇൻറ്റു എൽ. വാട്ട് ഇസ് പൈ ബൈ 4 ഡി സ്ക്വയർ? പൈ ബൈ 4 ഇൻറ്റു ഡയമീറ്റർ 20 സ്ക്വയർ and your length is 4 meter. I'm converting it into millimeter, so 4000. You will get the volume as 1.26 into 10 raised to 6 mm cube. So 1.26 into 10 raised to 6 millimeter cube ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. So you got the volume, you got the Poisson's ratio, you know the longitudinal strain, you can find what is the change in volume. Equation lo substitute ചെയ്യുക. Change in volume is equal to 1.26 into 10 raised to 6. That is nothing but your volume into epsilon L. That is 7.16 into 10 raised to minus 4 into 1 minus 2 times Poisson's ratio. You get the answer as 360.86 millimeter cube. That is your change in volume. So change in length കണ്ടുപിടിച്ചു, ചേഞ്ച് ഇൻ ഡയമീറ്റർ കണ്ടുപിടിച്ചു, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിച്ചു. ചേഞ്ച് ഇൻ വോളിയം നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചത്. You can use this equation or this equation, but take care of the signs. So എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനെ ഞാൻ പോസിറ്റീവ് എന്ന് വിളിച്ചു, കംപ്രസ് ചെയ്യുന്നതിനെ ഞാൻ നെഗറ്റീവ് എന്ന് വിളിച്ചു. So you can substitute in that fashion and find the answers. Okay, so let's go to the last problem in today's session. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിന്റെ വേറൊരു ടൈപ്പ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. Again you have a circular rod which is having a diameter of 20 mm. അതിനെ നമ്മൾ പുള്ളി ചെയ്യുന്ന 35 കിലോന്യൂട്ടൺ വെച്ച് the measured extension over a gauge length of 200 mm is 0.1 mm and change in diameter is 0.0035 mm. Find Poisson's ratio and 3 moduli of the bar. ഇത് യൂഷ്വലി മിക്കവാറും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു 80% ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നു, ഡയമീറ്റർ ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ചിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ പോയിസൺസ് റേഷ്യോയും 3 മോഡുലസും കണ്ടുപിടിക്കണം. അതായത് 3 എലാസ്റ്റിക് കോൺസ്റ്റൻസും കണ്ടുപിടിക്കണം. എങ്ങനെ സോൾവ് ചെയ്യും? ഇത് നമ്മൾ ടിപ്പിക്കൽ എക്സാമിന് എങ്ങനെ എഴുതും എന്ന ഫാഷനിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. നേരത്തെ പോലെ ഒരുപാട് ഫിഗർ ഒന്നും വെച്ച് ഒരുപാട് എക്സ്പ്ലനേഷൻ വെച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? വാട്ട് ആർ ഗിവൺ? ഫസ്റ്റ് സെന്റൻസ് വായിച്ചാൽ യു ഗോട്ട് ദ ഡയമീറ്റർ അല്ലെ. ഡയമീറ്റർ 20 mm ആണ്. And it is pulled by a force of 35 kilonewton. So P is 35 kilonewton. You have diameter, you have force 35 kilonewton. And then what is given next? The measured extension over a gauge length of 200 mm is 0.1 mm. So ഇവിടെ ടോട്ടൽ ലെങ്ത് തന്നിട്ടില്ല, ടോട്ടൽ ലെങ്ത്തിന്റെ ചേഞ്ചും തന്നിട്ടില്ല. നമ്മൾ ഓർക്കുന്നുണ്ടോന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരയ്ക്കാൻ വേണ്ടി ടെൻഷൻ ടെസ്റ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതിലെന്താ ചെയ്തത്? ഒരു സ്റ്റീൽ ബാർ എടുത്തിട്ട് അതിലൊരു പെർട്ടിക്കുലർ ലെങ്ത് ഫിക്സ് ചെയ്യും. ആ ലെങ്ത്തിനാണ് ഗേജ് ലെങ്ത് എന്ന് പറയാം. എന്നിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ലെങ്ത്തിന് എത്ര ചേഞ്ച് വരുന്നു അത് വെച്ചാണ് നമ്മൾ സ്ട്രെയിൻ കണ്ടുപിടിച്ചത് അല്ലെ. ഒരു ഗേജ് ലെങ്ത്തിൽ എത്ര ചേഞ്ച് വരുന്നു എന്ന് വെച്ചാണ് സ്ട്രെയിൻ കണ്ടുപിടിച്ചത്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ദ ടോട്ടൽ ലെങ്ത്,
ബട്ട് ഒരു 200 mm ലെങ്ത്തിൽ 0.1 mm ചേഞ്ച് വരുന്നു. ദാറ്റ് ഈസ് the length we are considering here is 200 mm and the extension in that length ആ 200 mm ൽ വരുന്ന change is 0.1 mm. So what is 0.1 mm? That is nothing but delta L അല്ലെ, change in length. Delta is 0.1 mm. 200 mm ൽ 0.1 mm change വരുന്നു. Next, what is given? Change in diameter. Change in diameter is nothing but 0.0035 mm. So these are the values given. We have to find Poisson's ratio and the other three modulus. So what is the first question? Poisson's ratio. Poisson's ratio in the equation and the lateral strain by longitudinal strain. So lateral strain and longitudinal strain conduction Poisson's ratio conduction. So what is lateral strain? Lateral strain means the circular rod on road in the lateral dimensional change. Lateral dimension on a diameter. So change in diameter by original diameter on lateral strain in the variable. What is change in dimension? Question on the 0.035. What is original diameter? 20 mm. If you substitute, you will get the answer of lateral strain as 1.75 into 10 raised to minus 5. So it is a ratio of whatever is given. 0.0035 divided by your diameter 20 mm. So you will get the answer for epsilon D, which is the lateral strain. Now what you need? Longitudinal strain. Longitudinal is nothing but change in length by original length. So change in length is 0.1, original length 200. A gauge length 0.1 mm change. So 0.1 by 200, you will get the answer as 5 into 10 raised to minus 4. That is the longitudinal strain. Lateral strain getting, longitudinal strain getting, just equate you will get. So under substitute you will get the answer of Poisson's ratio as 0.35. So this question is direct extension lateral dimensional change, longitudinal dimensional change ആണ് തന്നിരിക്കുന്നത്. അത് വെച്ച് നമ്മൾ സ്ട്രെയിൻസ് കാൽക്കുലേറ്റ് ചെയ്തു. ആ സ്ട്രെയിനിൽ നിന്ന് പോയിസൺസ് റേഷ്യോ കണ്ടുപിടിച്ചു. നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോയിസൺസ് റേഷ്യോയും മോഡുലസും തന്നിട്ട് we were asked to find what are the changes in dimensions അല്ലേ, അതിന് നേരെ ഓപ്പോസിറ്റ്. So you are given all the changes, you have to find the moduluses. So നമുക്കിപ്പോൾ കണ്ടുപിടിച്ചത് പോയിസൺസ് റേഷ്യോ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് 3 മോഡുലായി ഉണ്ട് അല്ലേ. ഒന്നാമത്തെ ബൾക്ക് മോഡുലസ് ഉണ്ട്, ഷിയർ മോഡുലസ് ഉണ്ട്, and we have the modulus of elasticity. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. First one is modulus of elasticity. What is modulus of elasticity? It is a ratio of linear stress to linear strain, sigma by epsilon. So linear stress ഉം linear strain ഉം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? modulus of elasticity കണ്ടുപിടിക്കാം. What is stress? ലീനിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് വെച്ച് നമ്മൾ പുൾ ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുക, അപ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ നമുക്കറിയാം. സോ ദ ഫോഴ്സ് ആക്ടിങ് ഇസ് പി, area is A, area which is resisting is area of cross section which is A. So stress is nothing but P by A. The basic definition of stress is equal to P by A. So P എന്ന് പറഞ്ഞാൽ 35 kilonewton, A എന്ന് പറഞ്ഞാൽ pi by 4 d square, diameter 20 mm square. So kilonewton by mm square, you will get the answer as 0.111 kilonewton per millimeter square. ഇതാണ് stress. Stress is nothing but force by area. Next is strain. Linear strain എന്ന് പറഞ്ഞാൽ nothing but the whatever we have calculated just before അല്ലെ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ lateral strain by linear strain ആണ് Poisson's ratio. അതിൽ linear strain ആണ് your linear strain. It is change in length by original length. You have already found it is 5 into 10 raised to minus 4. So ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി കിട്ടും. ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ 0.111 divided by 5 into 10 raised to minus 4. You will get the answer as 232 kilonewton per mm square. This is your modulus of elasticity. So linear stress by linear strain. Linear stress കണ്ടുപിടിക്കാൻ force by area, linear strain change in length by original length. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചുകൊണ്ട് we are just substituting that value here. So നമ്മൾ ഒന്നാമത്തെ മോഡുലസ് കണ്ടുപിടിച്ചു. സോ ഈ ക്വസ്റ്റ്യൻ ഇതുവരെ ചെയ്തപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി കിട്ടി, പോയിസൺസ് റേഷ്യോ കിട്ടി. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി കണ്ടുപിടിക്കാനുണ്ട്. അതർ ടു മോഡുലായി. ദ ഫസ്റ്റ് വൺ ഈസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി. നമ്മൾ ഈ സെഷന്റെ തിയറി പോർഷന്റെ അവസാനം നമ്മൾ 3 ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ. അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മോഡുലസ് ഓഫ് എലാസ്റ്റിറ്റി അറിയാം, നിങ്ങൾക്ക് പോയിസൺസ് റേഷ്യോ അറിയാം, എങ്കിൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. വിച്ച് ഈസ് ദാറ്റ് ഇക്വേഷൻ? E is equal to 2g into 1 plus nu അല്ലെ. E is equal to 2g into 1 plus nu എന്നുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ you know the value of modulus of elasticity, you know the value of mu, you can find g.
സോ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ജി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ന്യൂ അല്ലെ. സെയിം ഇക്വേഷൻ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ജി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ന്യൂ. ഇതിൽ ഇ എനിക്കറിയാം, ന്യൂ അറിയാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഇ എന്താ 222 കിലോ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ divided by 2 into 1 plus nu 0.35. You will get the answer for modulus of rigidity or shear modulus as 82.22 kilonewton per mm square. Just a equation ഓർത്തിരുന്നത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ മോഡുലസ് വെലോസിറ്റി അറിയാം, പോയിസൺസ് റേഷ്യോ അറിയാം. E is equal to 2g into 1 plus nu will substitute ചെയ്താൽ you can find g. Next you have to find bulk modulus. നിങ്ങൾക്ക് മോഡുലസ് ഓഫ് വെലോസിറ്റി അറിയാം, പോയിസൺസ് റേഷ്യോ അറിയാം. How can you find bulk modulus? You have another equation. E is equal to 3k into 1 minus 2 nu. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോഡുലസ് ഓഫ് റിജിഡിറ്റി അറിയാം, മോഡുലസ് ഓഫ് വെലോസിറ്റി അറിയാം. യു ക്യാൻ യൂസ് ദ തേർഡ് ഇക്വേഷൻ ആസ് വെൽ. കുറച്ചുകൂടെ എളുപ്പം ഉപയോഗിക്കാൻ ഇതായതുകൊണ്ട് ഞാൻ ഇതെടുക്കും. E is equal to 3k into 1 minus 2 nu. ഇത് റീഅറേഞ്ച് ചെയ്താൽ k is nothing but E divided by 3 into 1 minus 2 nu. നിങ്ങൾക്ക് E ന്റെ വാല്യൂ അറിയാം, mu ന്റെ വാല്യൂ അറിയാം. You can find k. So 222 by 3 into 1 minus 2 into 0.35. So you got the bulk modulus. So നമ്മൾ പോയിസൺസ് റേഷ്യോ കണ്ടുപിടിച്ചു, 3 മോഡുലായി അല്ലെങ്കിൽ എലാസ്റ്റിക് കോൺസ്റ്റൻസും കണ്ടുപിടിച്ചു. ദിസ് വാസ് എ ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻസ് കൂടുതലെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലത്തിന്റെയും മിക്സും നമുക്ക് ചോദിക്കാം. എന്ന് വെച്ചാൽ ഡയമെൻഷൻ ചേഞ്ചും അതുപോലെ ഇപ്പൊ നിങ്ങളോട് ബൾക്ക് മോഡുലസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ദേ ക്യാൻ ആസ്ക് ഫോർ ചേഞ്ച് ഇൻ വോളിയം. സോ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടും ചോദിക്കാം. നമ്മളിപ്പോൾ സർക്കുലർ റോഡാണ് ചെയ്തത്, ഇതുപോലെ എന്താ റെക്ടാങ്കുലർ ബാറും നിങ്ങൾക്ക് ചോദിക്കാം. സോ പ്രാക്ടീസ് as much problems you can. It is very easy to solve if you know the equations. Okay, so we'll wind up today's session. Thank you for your listening. Bye.